നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ബോർഡേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫാബ്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാ, അപ്പോൾ എൻ്റെ പേൾ ഹെഡഡ് പിൻസൊക്കെ വെച്ച് ഞാൻ എൻ്റെ ബോർഡേഴ്സിനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ സീം അലവൻസ് ഇടണം. ഞാനിതിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പം എൻ്റെ മുകളിൽ ഞാൻ ഇടുന്ന സീം അലവൻസ് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. എൻ്റെ ആം ഹോളിലും ഞാൻ ഇടുന്നത് 1/2 ഇഞ്ചാണ്. സൈഡ്സിൽ ഞാൻ ഇടുന്നത് 1 ഇഞ്ചാണ്. ഇതുപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം. ഞാൻ തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിപ്പം ഈ ഒരു സൈഡിൽ മാത്രമേ നമുക്ക് മാർക്കിംഗ് വരുള്ളൂ. അപ്പോൾ ഒരു ബിഗിനറിന് ഞാനൊരു ഐഡിയ പ്രപ്പോസ് ചെയ്യുന്നത്, ഇത് എൻ്റെ യെല്ലോ കാർബൺ പേപ്പറാണ്, ഇതെൻ്റെ മാർക്കിംഗ് വീലാണ്. അപ്പോൾ ഇത് ഈ തുണിയുടെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ആ മാർക്കിംഗ് അത് അവിടെ വീണോളും. സോ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഇത് അത്ര ആവശ്യമില്ല. കാരണം 0.5 ഇഞ്ചസ് സീം അലവൻസ് എന്ന് പറയുന്നത് ഈസിലി നമുക്ക് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ആവശ്യം ശരിക്കില്ല. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നെക്ക് ഡിസൈനൊക്കെ ആണെങ്കിലും കണ്ടോ, നീറ്റായിട്ട് അതിൻ്റെ ആ പാട് വരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. ഇതാണ് എൻ്റെ സ്കേർട്ട് പോർഷൻ. ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 18 ഇഞ്ചസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. കണ്ടോ, ഇത്രയും വിഡ്ത്ത് എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നല്ലപോലെ ഫ്രിൽസ് ഒന്നും ഇടാൻ പറ്റില്ല. 19 ഇഞ്ചസ് ആണ് ഉള്ളത്. അപ്പോൾ ഫ്രിൽസ് ഒത്തിരി കുറവായിരിക്കും. ഈ തുണി എന്ന് പറയുന്നത് ആക്ച്വലി ഞാനൊരു കട്ട് പീസായിട്ട് മേടിച്ചാണ്. എനിക്കിതിൻ്റെ ഈ ഹാർട്ടിൻ്റെ എന്താ പറയുക, ഹാർട്ടിൻ്റെ സിമ്പൽ ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ തുണി ഒത്തിരി കുറവാണ്. അപ്പോൾ എൻ്റെ ബാലൻസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ബാക്കി മുറിക്കുന്നതെന്ന് കാണിച്ചത്. ഇത് ഒരു പ്രോപ്പറായിട്ടുള്ള റെക്റ്റാങ്കുലർ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തു. ബാക്കിയുള്ള എൻ്റെ തുണി എന്ന് പറയുന്നത് ഇത്രയാണ് എനിക്ക് കിട്ടുന്നത്. ഇത് ഇങ്ങനെ കുറച്ച് പോർഷനുണ്ട്. ഇത്രയും പോർഷനുണ്ടല്ലോ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് റെക്റ്റാങ്കുലർ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതിന് ശേഷം ഈ ബാക്കിയുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഇത് മുകളിലേക്ക് അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് അങ്ങ് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന മാക്സിമം ലെങ്ത് എത്രയെന്ന് നമുക്ക് നോക്കാം. പുറകിലുള്ള പീസിൻ്റെ 10.5 ഇഞ്ചസ്, ഇതെന്ന് പറയുന്നത് 7.5 കുറച്ച് കൂടുതൽ. അപ്പോൾ ഏകദേശം ഒരു 17.5 ഇഞ്ചസ് നമുക്ക് മാക്സിമം ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കും. ഒരു 15 ഇഞ്ചസ് നമുക്ക് ഫാബ്രിക് കിട്ടുകയാണ്. 15 ഇഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് വരുമ്പോൾ 7.5 ഇഞ്ചസ്. അപ്പം ഇപ്പോൾ ഓൾറെഡി ഉള്ള 19ൻ്റെ കൂടെ 7.5 കൂട്ടി കഴിയുമ്പോഴത്തേനും 26 ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി, ഒരു 25 to 26 ഇഞ്ചസ് നമുക്ക് ചുരുക്കമൊക്കെ ഇട്ട് എടുക്കാനായിട്ട് പറ്റും. കട്ടിങ്ങൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ഫാബ്രിക് യൂട്ടിലൈസ് ആയിട്ടുണ്ട്. ഇതെനിക്ക് സ്ട്രാപ്സ് ഉണ്ടാക്കാനുള്ളതാണ്. നമ്മുടെ സ്ട്രാപ്പ് ഡ്രസ്സിന് 4 സ്ട്രാപ്പ് നമ്മൾക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പം ഇതിൽ നിന്ന് 2 എണ്ണം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്നും 2 എണ്ണം ഉണ്ടാക്കും. പിന്നെ ഇത് 2 നാടയാണ്. നാടയ്ക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഇതാണ് ഞാൻ ജോയിൻ ചെയ്ത ഫാബ്രിക്സ്. ഇത് ഇങ്ങനെ 2 പീസ് ഉണ്ടാവും എനിക്ക്. അതുപോലെ തന്നെ ഇങ്ങനെ വീണ്ടും അടുത്ത പീസ് ഉണ്ട്. ഇങ്ങനൊരു പീസ് ഉണ്ട് എനിക്ക്. പിന്നെ ഇതുപോലെ 2 പീസ് ഉണ്ട്, ഫ്രണ്ട് പാനലിനും ബാക്ക് പാനലിനും. യോക്ക് പോർഷന് വേണ്ടി 2 പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിക്വയർഡ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ പീസ് ഓഫ് ഫാബ്രിക് ആണ്. സോ അപ്പോൾ ഞാൻ തയ്ക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തയ്ച്ചെടുക്കും. ലൈനിങ് ഞാൻ കട്ട് ചെയ്യാറില്ല സാധാരണഗതിയിൽ. അത് കുറച്ചും കൂടി എനിക്കൊന്ന് പെർഫെക്ഷൻ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടും ഒരേപോലെ കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്റ്റിഫായിട്ടുള്ള ഫാബ്രിക്സിന് കുഴപ്പമില്ല. പക്ഷേ തെന്നിപ്പോണ ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാവില്ല, ഓർഗൻസ, ഷിഫോൺ, ജോർജറ്റ്, അത് ഭയങ്കര പാടാണ്. പിന്നെ ഷിഫോണിനും ജോർജറ്റിനൊക്കെ നമ്മൾ ലൈനിങ് വെക്കുമ്പോൾ ജനറലി അമേരിക്കൻ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മൾ വെക്കാറ്. അല്ലാതെ കോട്ടൺ ലൈനിങ് അത്ര വെക്കാറില്ല സാധാരണഗതിയിൽ. കുറച്ചും കൂടി
ഡ്രസ്സിന് കുറച്ചും കൂടി ഒരു ഭംഗി കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അമേരിക്കൻ ക്രേപ്പിൻ്റെ ലൈനിങ്. പിന്നെ ഒത്തിരി സ്വെറ്റ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ എപ്പോഴും ക്രേപ്പ് ലൈനിങ് ആണ് നല്ലത്. സോ ക്രേപ്പ് ലൈനിങ് എപ്പോഴും നല്ലതാണ് കോട്ടൺ ലൈനിങ്ങിനെക്കാട്ടിലും, പ്രൊവൈഡഡ് നിങ്ങൾ ഒരുപാട് സ്വെറ്റ് ചെയ്യരുത്. ബേബീസിനാണെങ്കിലും ക്രേപ്പ് ലൈനിങ് വെച്ച് ഞാൻ ഒത്തിരി തയ്ക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ ലൈനിങ്. പിന്നെ പറഞ്ഞ പോലെ കുട്ടികൾ അത്രയ്ക്ക് അങ്ങോട്ട് സ്വെറ്റ് ചെയ്യില്ലല്ലോ. പിന്നെ ഇത് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്കേർട്ട് പോർഷനെക്കാട്ടിലും ഒരു 1 ഇഞ്ച് കുറവായിരിക്കും. ഇതിൻ്റെ ഈ വിഡ്ത്ത് ഇങ്ങോട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ആസ് സ്കേർട്ട് പോർഷൻ ആണ്. നമ്മുടെ ഒറിജിനൽ ഫാബ്രിക് എത്രയുണ്ടോ അത്രയും തന്നെയാണ് ഞാൻ ഇത് എടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ചിങ് ആരംഭിക്കാൻ പോവാണ്. ആദ്യം ചെയ്യുന്ന സ്ട്രാപ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ തുണിയെ ഞാൻ ആദ്യം നല്ല വശം അകത്ത് വെച്ചിട്ട് രണ്ടായി മടക്കിയ ശേഷം ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇവിടെ സ്റ്റിച്ച് ആയി കഴിഞ്ഞു. ഇനി ഇതിനെ ഉള്ളിലേക്ക് കൊടുക്കുക. അതിന് ശേഷം ഇതിനെ അങ്ങ് കുറച്ച് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് വയ്ക്കുക. അങ്ങനെ മടക്കി മൊത്തം അങ്ങ് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 4 സ്ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കണം. യോക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ഈ വരച്ചത് കാണാമല്ലോ, ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പോർഷനിലാണ് നമ്മുടെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഞാൻ ഒരു സ്ട്രാപ്പ് എടുത്തു. ഇതാണ് എൻ്റെ ഓപ്പൺ എൻഡ്. മറ്റേ പോർഷൻ നമ്മൾ ഇത് കണ്ടോ, 2 അറ്റം കണ്ടോ, ഈ അറ്റം നമ്മൾ തയ്ച്ചെടുത്തേക്കാണ്, നീറ്റായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ഈ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ എൻഡാണ്, നമ്മൾ തയ്ച്ചിട്ടില്ല ഈ അറ്റം. സോ ഈ അറ്റം ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റി വയ്ക്കുകയാണ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ എൻ്റെ സ്ട്രാപ്പ് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ 2 ഫാബ്രിക്കിൻ്റെ ഇടയ്ക്ക് ഈ പെർട്ടിക്കുലർ പോയിന്റിൽ എവിടെയാണോ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യേണ്ടത് അവിടേക്ക് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് തയ്ക്കുക. കറക്റ്റ് ആ കോർണറിലേക്ക് എത്തിക്കഴിയുമ്പോൾ തിരിക്കാം. അടുത്ത സ്ട്രാപ്പ് എടുക്കുക, വീണ്ടും ഈ കോർണറിലേക്ക് കയറ്റി വയ്ക്കുക. ഒട്ടും ചുളിവുകളൊന്നും ഇല്ലാതെ നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇതേ ഷേപ്പിൽ നമ്മൾ നമ്മുടെ ബോഡീസ് കട്ട് ചെയ്തെടുക്കും. അടുത്തത് ബയാ സ്ട്രിപ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ കേർവായിട്ടുള്ള ഷേപ്പിന് നമ്മൾ അകമ്പുറം ഇൻസൈഡ് ഔട്ട് തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇങ്ങനെ നീറ്റായിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഈ കോർണർ കണ്ടോ, സ്പെസിഫിക് ആയിട്ട് ഈ കോർണർ കണ്ടോ, ഈ കോർണറിലും കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, കുറേ എക്സ്ട്രാ ഫാബ്രിക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇപ്പോൾ ഇതേ നമ്മുടെ യോക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ യോക്കും സ്കേർട്ട് പോർഷനും അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പം ഇവിടെ ഈ ജോയിൻറ്റ് വരുന്നുണ്ടല്ലോ, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഞാനിങ്ങനെ ഒരു പ്ലീറ്റ് ഉണ്ടാക്കും. സോ ആ ജോയിൻറ്റ് അതിൻ്റെ അടിയിൽ കവർ ചെയ്ത് പോകും. അപ്പോൾ ഞാൻ പ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഫ്രോക്കിൻ്റെ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈഡ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രോക്ക് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ജോയിൻറ്റ്സ് ഫോം ചെയ്യുന്നിടത്ത് ഞാൻ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് അതൊരു ഡിസൈൻ പോലെ അങ്ങനെ കിടന്നോളും. അപ്പോൾ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്ച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്